അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദാബുൽ കലാം സുന്നത്ത് റസൂലിൽ നാം പറഞ്ഞു വന്നത് സംസാര മര്യാദകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. 7 കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കുകയുണ്ടായി. 8ാമത്തേത്, ഒരു സംസാരം നടത്തുമ്പോൾ അത് ഗ്രഹിക്കാൻ പ്രയാസമുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഗ്രഹിക്കാവുന്ന തരത്തിൽ ആവർത്തിച്ച് പറയുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയായിരുന്നു സംസാരിച്ചിരുന്നത് എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 95-ാം നമ്പർ ഹദീസിൽ കാണാം. عن أنس عن النبي صلى الله عليه وسلم أنه كان إذا تكلم بكلمة أعادها 3 حتى تفهم عنه. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ല സംസാരവും നടത്തിയാൽ അത് 3 തവണ ആവർത്തിക്കുമായിരുന്നു. ഹത്താ തുഫ്ഹമ അൻഹു, അത് ഗ്രഹിക്കപ്പെടുന്നത് വരെ. എല്ലാ സമയത്തും ഇതിന്റെ ആവശ്യമില്ല, അതും പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. പറയുന്ന സംസാരം കേൾക്കുന്ന ആളുകൾക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു 3 പ്രാവശ്യം വരെ അത് ആവർത്തിച്ച് പറയുക എന്ന് പറഞ്ഞാൽ ഹദീസിൽ കൊടുത്തത് ഹത്താ തുഫ്ഹമ അൻഹു എന്നാണ്. അത് ഗ്രഹിക്കപ്പെടുന്നത് വരെ, മനസ്സിലാകുന്നത് വരെ. അത് എത്രയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ വരെ അങ്ങനെ ആവർത്തിച്ച് പറയാറുണ്ടായിരുന്നു. എന്നാൽ ഒരു തവണ പറയുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ 2ാമത് ആവർത്തിക്കേണ്ടതില്ല. ഇനി പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിച്ച് പറയുകയോ അല്ലെങ്കിൽ അത് മറ്റ് വാചകങ്ങളിലൂടെ വിശദീകരിച്ചു കൊടുക്കുന്നതും പ്രവാചകന്റെ ഈ നടപടിക്രമം അനുസരിച്ച് നല്ല കാര്യമാണ്. കാരണം പറയുന്നതിന്റെ ലക്ഷ്യം ആളുകൾ ഗ്രഹിക്കുക, തെറ്റായി ഗ്രഹിക്കാതിരിക്കുക, ഗ്രഹിക്കുന്നതിലുള്ള കുറവ് മൂലം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നതാണല്ലോ. അപ്പൊ അതിന് ഉപകാരപ്പെടുന്ന ഒരു രീതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സംസാരത്തിൽ സ്വീകരിച്ചിരുന്നത് എന്ന് വ്യക്തം. 9ാമത്തെ കാര്യം, ധാരാളമായി സംസാരിക്കുകയും അതുപോലെ താനൊരു സംസാരക്കാരനും സ്ഫുടമായി സാഹിത്യപൂർണമായി സംസാരിക്കുന്നവനുമാണ് എന്ന് വരുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങളുമൊക്കെ ഒഴിവാക്കുക എന്നതാണ്. ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ഇന്ന മിൻ അഹബ്ബികും ഇലയ്യ വഅഖറബികും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമത്തി അഹാസിനുകും അഖ്ലാഖ. തീർച്ചയായും നിങ്ങളിൽ വെച്ച് എന്നോട് ഏറ്റവും ഇരിപ്പിടം കൊണ്ട് ഏറ്റവും അടുത്തവനും എന്നോട് ഏറ്റവും പ്രിയപ്പെട്ടവനും ഖിയാമത്ത് നാളിൽ നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനായിരിക്കും എന്ന്. തുടർന്ന് പറയുന്നത്, വൈന അബ്ഗദകും ഇലയ്യ വഅബ്അദകും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ എന്നിൽ നിന്ന് ഏറ്റവും ഇരിപ്പിടത്താൽ അകന്നവനും എനിക്ക് ഏറ്റവും വെറുപ്പുള്ളവനും അസ്സർസാറൂന വൽ മുതശദ്ദിഖൂന വൽ മുതഫൈഹിഖൂൻ. സർസാറുകളായിരിക്കും. സർസാർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നിന്ന് പറയുന്ന വായാടികൾ, അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ധാരാളമായി സംസാരിക്കുന്ന ആളുകൾ. വൽ മുതശദ്ദിഖൂൻ, മുതശദ്ദിഖ് എന്ന് പറഞ്ഞാൽ ഷിദ്ഖ് എന്ന വാക്ക് കവിളിന്റെ വശത്തിനാണ് ഷിദ്ഖ് എന്ന വാക്ക് അറബി ഭാഷയിൽ ഉപയോഗിക്കുക. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ അതിനെ വിശദീകരിച്ചു കൊണ്ടിട്ടുള്ളത് അല്ലദീ യതകല്ലമു ബിമിൽഇ ഷിദ്ഖൈഹി, വായുടെ 2 വശങ്ങളും നിറയുന്ന തരത്തിൽ സംസാരിക്കുക എന്നതാണ്. തജിദുഹു യതകല്ലം വകഅന്നഹു അഫ്സഹുൽ അറബി തക്ബീറൻ വതബഖ്തുറൻ. അഹങ്കാരത്താൽ താനാണ് അറബികളിൽ ഏറ്റവും സ്ഫുടമായും വാചാലമായും സംസാരിക്കുന്നവൻ എന്ന് അവന്റെ സംസാരം കാണുമ്പോൾ നിനക്ക് തോന്നും. അപ്പൊ അങ്ങനെ വായ നിറച്ച്, അല്ലെങ്കിൽ മറ്റു ചിലർ പറഞ്ഞതുപോലെ അൽ മുതവസ്സിഊന ഫിൽ കലാം മിൻ ഗൈരി ഇഹ്തിയാത്തിൻ വഇഹ്തിറാസിൻ, സൂക്ഷ്മതയില്ലാതെ സംസാരത്തിൽ ധാരാളമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വായ നിറച്ച് താനൊരു സംസാരക്കാരനാണ് എന്ന് വരുത്തുന്ന രീതിയിൽ സംസാരിക്കുന്ന അത്തരം സംസാരക്കാരാണ് ഈ ആളുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. 3ാമത്തേത് വൽ മുതഫൈഖിഹൂൻ. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, എന്താണ് നബിയെ? സർസാറും മുതശദ്ദിഖും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, മുതഫൈഹിഖൂൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുതകബ്ബിറൂൻ, അഹങ്കാരികളായ ആളുകളാണ്. ഈ ഹദീസിന്റെ തന്നെ അവസാന ഭാഗത്ത് മറ്റൊരു സനദോടുകൂടി ഇങ്ങനെ കാണാം, വൽ മുതശദ്ദിഖു അല്ലദീ യതതാവലു അലൻ നാസി ബിൽ കലാമി വയബ്ദു ഫീഹിം. ജനങ്ങളിൽ അല്ലെങ്കിൽ ജനങ്ങൾക്കെതിരിൽ നീട്ടി വായ നിറച്ച് സംസാരിക്കുന്നവൻ, തരം താഴ്ന്ന സംസാരങ്ങൾ നടത്തുന്നവൻ എന്നതാണ് മുതശദ്ദിഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ രീതിയിലെല്ലാം സംസാരങ്ങൾ നടത്തുക, അത് ജനങ്ങളെ ആക്ഷേപിക്കാനായിരുന്നാലും ശരി, താനൊരു സംസാരക്കാരനാണ് എന്ന് വരുത്താനായിരുന്നാലും ശരി, അല്ലെങ്കിൽ അത്തരം രീതികളിലും രൂപങ്ങളും സ്വീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നവരായിരുന്നാലും ശരി,
ഇതൊന്നും ഒരു ശരിയായ രീതിയല്ല. മാത്രമല്ല പരലോകത്ത് എന്നോട് ഏറ്റവും അകന്നവനും എനിക്ക് ഏറ്റവും വെറുപ്പുള്ളവനുമായിരിക്കും എന്ന താക്കീത് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുകയുണ്ടായി. അപ്പോൾ സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഒരാളായി അവതരിപ്പിക്കുക എന്നതല്ല, അനാവശ്യമായി സംസാരിക്കുക എന്നതല്ല, ആളെ പരിഹസിച്ച് സംസാരിക്കുക എന്നതുമല്ല. മറിച്ച് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വ്യക്തവും കൃത്യവുമായി ചുരുങ്ങിയ വാചകങ്ങളിൽ സംസാരിക്കുക എന്നതാണ്. ഇതേ വിഷയത്തിൽ മറ്റു ചില റിപ്പോർട്ടുകളും നമുക്ക് കാണാം. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ സമുദായത്തിൽ പിന്നീട് ചില ആളുകൾ വരും. യഅ്കുലൂന അൽവാന തആം, വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ അവർ കഴിക്കും. വയശ്റബൂന അൽവാന ശറാബ്, വ്യത്യസ്ത തരത്തിലുള്ള പാനീയങ്ങൾ അവർ കുടിക്കും. വയൽബസൂന അൽവാന ലിബാസ്, വ്യത്യസ്ത തരത്തിലുള്ള വസ്ത്രങ്ങൾ അവർ അണിയും. വയതശദ്ദഖൂന ഫിൽ കലാം, അവർ സംസാരത്തിൽ മുകളിൽ പറഞ്ഞ തശദ്ദുഖ് നടത്തുന്ന, ഒന്നുകിൽ വായ നിറച്ച് സംസാരിക്കുക, ജനങ്ങളെക്കുറിച്ച് അനാവശ്യമായി സംസാരങ്ങൾ നടത്തുക, താനൊരു സംസാരക്കാരനാണ് എന്ന് വരുന്ന രീതിയിൽ സംസാരിക്കുക, അങ്ങനെയുള്ള ആളുകൾ. മറ്റൊരു റിപ്പോർട്ടിൽ ഉലായിക ശിറാറു ഉമ്മത്തി, അവർ എന്റെ ഉമ്മത്തിലെ ഏറ്റവും മോശപ്പെട്ട ആളുകളാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാൻ സാധിക്കും. അബൂദാവൂദ് റിപ്പോർട്ടിട്ടുള്ള 5005 നമ്പർ ഹദീസിൽ മറ്റൊരു രീതിയിൽ ഈ കാര്യത്തെ പ്രവാചകൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ അസ്സ വജല്ല യുബ്ഗിദു അൽ ബലീഗ മിനർ റിജാൽ അല്ലദീ യതഖല്ലലു ബിലിസാനിഹി തഖല്ലുലൽ ബാഖിറതി ബിലിസാനിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ നിന്ന് ബലീഗിനെ വെറുക്കുന്നു. ഇവിടെ ബലീഗ് എന്നതിന് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള അർത്ഥം അൽ മുബാലിഗു ഫീ ഫസാഹത്തിൽ കലാമി വ ബലാഗതിഹി, തന്റെ സംസാരത്തിന്റെ സ്ഫുടതയിലും സാഹിത്യത്തിലും അങ്ങേയറ്റം പ്രാപിക്കുന്നവൻ. അപ്പൊ ആവശ്യത്തിലപ്പുറം തന്നെ അവതരിപ്പിക്കുക എന്ന രീതിയിൽ സ്ഫുടതയും അതുപോലെ തന്നെ സാഹിത്യ പ്രയോഗങ്ങളുമൊക്കെ നടത്തുന്ന ഒരാൾ, അങ്ങനെയുള്ള ആളെ അള്ളാഹു വെറുക്കുന്നു. അയാളെ കണ്ടാൽ ഏതുപോലെ തോന്നും, അല്ലദീ യതഖല്ലലു ബിലിസാനിഹി തഖല്ലുലൽ ബാഖിറതി ബിലിസാനിഹ, പശു അതിന്റെ നാവ് കൊണ്ട് ചെയ്യുന്നത് പോലെ അയാളുടെ നാവ് കൊണ്ട് അയാൾ പല്ലുകൾക്ക് ഇടയിലൂടെ ഒക്കെ ചുറ്റി സംസാരിക്കുന്നു എന്ന്. ഇവിടെ പശു നാവ് കൊണ്ട് ചെയ്യുന്നത് പോലെ എന്ന് പറഞ്ഞാൽ യുദീറു ലിസാനഹു ഹൗല അസ്നാനിഹി മുബാലഗത്തൻ ഫീ ഇൽഹാരി ബലാഗതിഹി എന്നാണ് ചില വ്യാഖ്യാതാക്കൾ നൽകിയിട്ടുള്ള അർത്ഥം. പശു തിന്നുമ്പോൾ അതിന്റെ നാവ് വായിലൂടെ വട്ടം കറക്കുന്നു, ഇതുപോലെ ഇയാൾ തന്റെ പല്ലുകൾക്ക് ചുറ്റും നാവിനെ കറക്കുന്നു. എന്തിനു വേണ്ടി? തന്റെ ബലാഗ സാഹിത്യ സംസാരം പ്രകടിപ്പിക്കുന്നതിൽ അതിര് കവിയുന്നതിനു വേണ്ടി. അപ്പൊ പശു തിന്നുമ്പോൾ വായയിൽ നാവിട്ട് ഇളക്കി വട്ടം കറക്കുന്നതിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സംസാരത്തിൽ അത്തരമൊരു രീതി സ്വീകരിച്ചവരെ ഉപമിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ രീതി സ്വീകരിക്കുന്ന ആളുകളോട് അള്ളാഹു വെറുക്കുന്നു എന്നതാണ്. അപ്പൊ ഇത് ഗൗരവമേറിയ വിഷയമാണ് എന്നത് ഈ പറഞ്ഞ 3 ഹദീസുകളിൽ നിന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ചുരുക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള നൈസർഗികമായ മനുഷ്യ കഴിവുകൾ ഉപയോഗപ്പെടുത്തുക എന്നതിലപ്പുറം അവന്റെ കഴിവിന്റെ അപ്പുറത്തായി കൃത്രിമത്വത്തിലൂടെയുള്ള സംസാരങ്ങളും അവതരണ രീതികളും സ്വീകരിക്കാതിരിക്കുക എന്നതാണ് ഇതിന്റെ ആകത്തുക. 10ാമത്തേത് വളരെ തരം താഴ്ന്ന സംസാരങ്ങളും മ്ലേച്ഛ സംസാരങ്ങളും ഒഴിവാക്കുക എന്നതാണ്. ലൈസൽ മുഅ്മിൻ ബിത്തആനി വലൽ ലആനി വലൽ ഫാഹിഷ് വലൽ ബദീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യവിശ്വാസി കുത്തി പറയുന്നവനോ ശപിക്കുന്നവനോ ധാരാളമായി ശപിക്കുന്നവനോ മ്ലേച്ഛമായി സംസാരിക്കുന്നവനോ തരം താഴ്ന്ന സംസാരം നടത്തുന്നവനോ അല്ല. തിർമിദി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 1977 നമ്പർ ഹദീസ്. ഇമാം ബുഖാരി തന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള 3759 നമ്പർ ഹദീസിൽ ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ ഫാഹിഷൻ വലാ മുതഫഹിഷൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹ്ഷ് മ്ലേച്ഛമായ സംസാരങ്ങൾ നടത്തുന്നവനോ അല്ലെങ്കിൽ മ്ലേച്ഛമായ കാര്യങ്ങൾ തന്റെ സ്വഭാവമായി സ്വീകരിക്കുന്നവനോ ആയിരുന്നില്ല എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ന് സംസാരത്തിൽ പല ആളുകളും ആളുകളെ ചിരിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ താനൊരാളാണ് എന്ന് വരുത്താൻ വേണ്ടി അനാവശ്യമായ മ്ലേച്ഛമായ മോശപ്പെട്ട തരം താഴ്ന്ന പ്രയോഗങ്ങളും സംസാര ശൈലികളും രീതികളുമൊക്കെ പ്രയോഗിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്.
അപ്പൊ ഈ തരം താഴ്ന്ന സംസാരങ്ങളും അശ്ലീലങ്ങളും അത്തരം പ്രയോഗങ്ങളുമൊക്കെ സംസാരത്തിൽ നിന്ന് ഒഴിവാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരമൊരു സ്വഭാവം ഉള്ളവനായിരുന്നില്ല, അത്തരമൊരു പ്രകൃതം സ്വീകരിച്ചവനുമായിരുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ സത്യവിശ്വാസിക്കും ഉണ്ടാകരുത് എന്നതാണ് സത്യവിശ്വാസി അങ്ങനെയല്ല എന്ന ഹദീസിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് ഇത്തരം സംസാരങ്ങൾക്ക് വേണ്ടി തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിനുവേണ്ടി മാത്രമുള്ള ചാറ്റിംഗ് ഗ്രൂപ്പുകളും മറ്റും ഉണ്ട് എന്നത് മുമ്പൊരു സംസാരത്തിൽ നാം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു ഹരമായി സ്വീകരിക്കുകയും അതിനുവേണ്ടി സമയങ്ങളും പണവും ചെലവഴിക്കുകയും ചെയ്യുന്ന ആളുകൾ വർദ്ധിച്ചു വരുന്നു. മുസ്ലിങ്ങളുടെ കൂട്ടത്തിലും അത്തരം ആളുകൾ ഇത്തരം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു സത്യവിശ്വാസിക്ക് പറ്റിയ മേഖലകളല്ല അതൊന്നും എന്ന് വളരെ കൃത്യമായി ഇതിലൂടെ മനസ്സിലാക്കാം. 10ാമത്തെ കാര്യം, ഒരു സംസാരത്തിൽ ഏർപ്പെടുമ്പോൾ മറ്റൊരാളുടെ ഒരു വിഷയം അവതരിപ്പിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അവിടെ ഏറ്റവും പ്രായം കൂടിയ കാര്യത്തെക്കുറിച്ച് അറിയുന്ന ആളായിരിക്കണം ആദ്യം സംസാരിക്കേണ്ടത് എന്നതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ പറയുന്ന ഹദീസ് മുമ്പ് വളരെ മുതിർന്നവരെ ആദരിക്കുക എന്ന വിഷയത്തിൽ വിശദമായി പ്രതിപാദിച്ചതുകൊണ്ട് ഇവിടെ അതിന്റെ ചുരുക്കം മാത്രമേ പറയുന്നുള്ളൂ. ഇമാം ബുഖാരി റഹിമഹുല്ല തന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള 6142 നമ്പർ ഹദീസിൽ അബ്ദുല്ലാഹിബ്നു സഹിൽ റളിയല്ലാഹു അൻഹു, മുഹയ്യിസത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്നീ രണ്ടാളുകൾ ഖൈബറിൽ വരികയും അവിടെ ഈത്തപ്പന തോട്ടങ്ങളിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. അവിടെ അബ്ദുല്ലാഹിബ്നു സഹിൽ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. അപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ സഹിലും, അതായത് കൊല്ലപ്പെട്ട അബ്ദുല്ലാഹിബ്നു സഹിലിന്റെ സഹോദരനും കൂടെയുണ്ടായിരുന്ന മുഹയ്യിസ് ബിൻ മസ്ഊദും അദ്ദേഹത്തിന്റെ സഹോദരനായ ഹുവയ്യിസയും, ഈ 3 ആളുകൾ, അതായത് അബ്ദുറഹ്മാൻ, ഹുവയ്യിസ, മുഹയ്യിസ, ഈ 3 ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. തങ്ങളുടെ കൂട്ടുകാരനെ കുറിച്ച്, അതായത് കൊല്ലപ്പെട്ട അബ്ദുല്ലാഹിബ്നു സഹിലിനെ കുറിച്ച് സംസാരിക്കാനാണ് അവർ വന്നത്. ആ സംസാരം തുടങ്ങിയത് അബ്ദുറഹ്മാൻ ആയിരുന്നു, അദ്ദേഹത്തിന്റെ സഹോദരൻ. അബ്ദുറഹ്മാൻ വക്കാന അസ്ഗറൽ ഖൗമി, ഈ വന്ന 3 പേരിൽ ഏറ്റവും ചെറിയ ആളായിരുന്നു അബ്ദുറഹ്മാൻ ബിൻ സഹിൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കബ്ബിർ അൽ കുബ്ർ. ചില റിപ്പോർട്ടിൽ കബ്ബിർ കബ്ബിർ എന്ന് കാണാം, അതായത് വലിയവൻ സംസാരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചു. അപ്പോൾ ഇവിടെ കൂട്ടത്തിൽ ചെറിയവൻ സംസാരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുതിർന്ന ആളോട് സംസാരിക്കാൻ വേണ്ടി ആവർത്തിച്ച് നിർദ്ദേശിക്കുന്നതാണ് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതും ഒരു സംഘം ആളുകൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ സമീപിച്ചുകൊണ്ടൊരു വിഷയം അവതരിപ്പിക്കുമ്പോൾ അവിടെ മുതിർന്ന ആളുകൾ ആയിരിക്കണം സംസാരിക്കേണ്ടത്. ഇനി മുതിർന്ന ആളുകളുടെ അനുവാദമോ നിർദ്ദേശമോ ഉണ്ടെങ്കിൽ മറ്റ് ആളുകൾക്ക് സംസാരിക്കാവുന്നതുമാണ്, അതിന് വിലക്കില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നാം പാലിക്കുകയും പുലർത്തുകയും ചെയ്യുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.